ഇനി നമ്മൾ പോകുന്നത് കോട്ടയം മൂന്നിലവിലേക്കാണ്. അവിടെ നരിമറ്റം 5 കുടിയാറിൽ റോഡ് തകർന്നതോടെ യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ്. 15 വർഷത്തിലധികമായി ടാറിംഗ് നടത്താത്ത റൂട്ടിൽ ബസ് സർവീസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതോടെ വിദ്യാർത്ഥികളും ജോലിക്കാരുമടക്കം ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ്. മൂന്നിലവ് പഞ്ചായത്തിലെ 5-6 വാർഡുകളിലൂടെയാണ് നരിമറ്റം 5 കുടിയാർ വെള്ളറ റോഡ് കടന്നു പോകുന്നത്. കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ ശക്തമായ മഴയിൽ ടാറിംഗ് പൂർണ്ണമായും ഒലിച്ചുപോയി. ഉരുളൻ കല്ലുകൾ മാത്രം നിറഞ്ഞ റോഡിലൂടെ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. മരണപ്പെട്ടവരുടെ മൃതദേഹം പോലും വീട്ടിലെത്തിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചതിൻ്റെ വേദനയിലാണ് നാട്ടുകാർ. റോഡ് ഇത്രയും മോശമായതുകൊണ്ട് വളരെ വിഷമിച്ച അമ്മ ആശുപത്രി കൊണ്ടുപോയി. മരിച്ചു വന്നപ്പോൾ വെള്ളത്തോടെ പോയി വീട്ടിലെത്തിക്കാൻ സാധിച്ചുള്ളൂ. അല്ലാതെ ആംബുലൻസ് കയറി വരികയല്ലായിരുന്നു. ചോദിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞപ്പോഴത്തും പറഞ്ഞു ഓണം കഴിഞ്ഞ് ചെയ്യും എന്ന് പറഞ്ഞു. അതിനുമ്പാട്ട് പറഞ്ഞപ്പോഴത്തും പറഞ്ഞു അടുത്ത ആഴ്ച ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒരു റോഡ് ക്ലിയർ ആയിട്ടില്ല, പണി നടന്നിട്ടുമില്ല. അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. വിളിക്കുന്ന ഓട്ടോറിക്ഷക്കാരെല്ലാം സംഗതി ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, റോഡ് പോയി കിടക്കാമെന്നാണ് പറഞ്ഞത്. പൈസ കിട്ടിയില്ല എന്നുള്ളൂ. അതുപോലെ 2-3 ഓട്ടോറിക്ഷക്കാർ മാത്രം വിളിച്ച സംഗതി നാട്ടുകാരുള്ള സ്നേഹത്തിൻ്റെ പേരിൽ വരുന്നതാണ്. 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പിന്നോക്ക വിഭാഗക്കാരുടെ കോളനിയും ഈ റൂട്ടിലാണ്. തകർന്നു കിടക്കുന്ന റോഡിലൂടെ ബസ് സർവീസ് കുറഞ്ഞതോടെ വിദ്യാർത്ഥികളും ജോലിക്കാരും രാവിലെയും വൈകുന്നേരങ്ങളിലും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലം ഓട്ടോറിക്ഷകളും വരാൻ തയ്യാറാകുന്നില്ല. MLA ഫണ്ടും പഞ്ചായത്തിൻ്റെ വിഹിതവും റോഡിനായി അനുവദിച്ചെങ്കിലും പണികൾ അനന്തമായി നീളുകയാണ്. സ്ഥിരം കേട്ടുമടുത്ത വാഗ്ദാനങ്ങൾക്കപ്പുറം കാൽനട യാത്രയെങ്കിലും സാധ്യമാകുന്ന തരത്തിൽ റോഡ് നന്നാക്കി ലഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എബിൻ ജോസ്, 24, കോട്ടയം. പൊതുജനം കഴുതയല്ല സാർ. 15 വർഷത്തിലധികമായി ടാറിംഗ് നടന്നില്ല എന്ന് കേൾക്കുമ്പോൾ മൂന്നിലവിലെ പ്രാദേശിക ഭരണകൂടം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള സംശയം ബാക്കിയാകുന്നുണ്ട്. തകർന്ന റോഡിലൂടെ യാത്ര ചെയ്തു മടുത്തു എന്നാണ് ജനങ്ങൾ പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. വണ്ടിക്ക് എന്നും മിക്കവാറും പണി തന്നെയാണ്. വണ്ടിക്ക് ഗിയർ ബോക്സിൻ്റെ പണി പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും. കാരണം ഓടിയാൽ ഒന്നും കിട്ടാനില്ലാത്ത ഒരവസ്ഥ. പിന്നെ നമ്മൾ എന്താ പറയുക, 90% സേവനം ചെയ്യുവാണ്. അല്ല നമുക്ക് 10 കിലോ അരി മേടിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കുന്ന, റേഷൻ മേടിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്നവരെ വന്ന് ഓട്ടം വിളിക്കുമ്പോൾ സാധാരണക്കാരാണ് ഇവിടെ ഉള്ളവരെല്ലാവരും. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, മറ്റ് തൊഴിലിൽ ഏർപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ സുഗമമായി യാത്ര ചെയ്യുന്നതിനോ ബസ് വന്ന് പോകുന്നതിനൊക്കെ ഇപ്പോൾ ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ തടസ്സമായി നിൽക്കുകയാണ്. അത് ഇവിടുത്തെ രോഗികളെയും സ്ഥിരം യാത്ര ചെയ്യുന്നവരൊക്കെ അവരുടെ ജീവിതത്തെ തന്നെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഞാൻ രാവിലെ തൊട്ട് പണിയാൻ പോകുന്നയാളാണ്. ഇപ്പം വൈകുന്നേരം വരുന്ന രാത്രി ഇതിലെ കയറി വരാൻ പല പ്രാവശ്യം വീണിട്ടുണ്ട്. സ്കൂട്ടറാണ് എനിക്കുള്ളത്. ഒരു തരത്തിൽ ഈ റോഡേ പോകത്തില്ല. പല പ്രാവശ്യം ഇവിടെ താഴെ വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് പണിയും കഴിഞ്ഞ് വന്നാലും ഇവിടെ നിന്നുള്ള കുഞ്ഞു കുട്ടികൾ പോലും പോകാനും ബുദ്ധിമുട്ടാണ്. ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ പോലും ഒന്ന് എടുത്തോണ്ട് പോയി ഞങ്ങൾക്ക് ഈ വഴിയെ കൊണ്ടുപോകാൻ ഒരു അവസ്ഥ ഇല്ല. ഞങ്ങൾക്ക് രാവിലെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ് ഇല്ല. പിന്നെ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോഴത്തേന് അവിടെ പള്ളിക്കാല വരെ വണ്ടിയുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒത്തിരി വീട്ടിലോട്ട് നടക്കണം. അങ്ങനെ മൂന്നിലവ് പഞ്ചായത്തിൽ ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി എന്നാണ് പറയുന്നത്. അധികാരികളുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ വിഷയം കൊണ്ടുവരികയാണ്. ജനങ്ങളുടെ ഈ ദുരിതത്തിന് പരിഹാരമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഇടവേളയിലേക്ക് കടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.